പോരാട്ടം കൂടുതൽ ഗൗരവമുള്ള പ്രക്ഷോഭങ്ങൾ കേരളം കാണേണ്ടി വരും എന്നുകൂടി ഇവിടെ പറയുന്നു. മലബാറിൽ ഏതാണ്ട് 80,000-ഓളം വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് പാസ്സായിട്ടും ഉന്നതമായ മാർക്ക് വാങ്ങിയിട്ടും പ്ലസ് 1 പഠിക്കാൻ അവസരം നിഷേധിക്കുന്ന ഒരു സമീപനം ഈ നാട് ഭരിക്കുന്ന സർക്കാർ സ്വീകരിക്കുമ്പോഴാണ് യൂത്ത് ലീഗ് നിയമസഭാ മാർച്ചുമായി കടന്നു വന്നത്. കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുമോദിക്കുക പ്രിയമുള്ളവരെ. മലബാർ മേഖലയിൽ രാവിലെ പകലാക്കി പകലിലെ ആഘോഷങ്ങൾ തിരിച്ചും സഹിച്ചു പഠിച്ച ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരമില്ലാതെ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാരിന്റെ നിറകെട്ട നിലപാടുകൾക്കെതിരെ കനത്ത താക്കീത് നൽകിക്കൊണ്ട് പണിക്ക് പുറത്തു നിൽക്കുന്ന 10,000-കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ടുക മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അടിച്ചൊരുക്കിയ നിയമസഭാ മാർച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ.
മുഴുവൻ സമരപരന്മാരും ഈ സമരത്തിൽ പങ്കാളികളായ മുഴുവൻ മുസ്ലിം ലീഗിനവന്മാരും അവിടെ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കണം. അധികാരികളെ കണ്ണുണ്ടെങ്കിൽ കണ്ടോളൂ, മുസ്ലിം മന്ത്രി ശിവൻകുട്ടി എവിടെ സീറ്റ് എവിടെ പ്രതിഷേധം കൂടുതൽ ഗൗരവമുള്ള പ്രക്ഷോഭങ്ങൾ കേരളം കാണേണ്ടി വരും എന്നുകൂടി ഇവിടെ പറയുന്നു. ഇന്ന് തന്നെ ഈ വിഷയത്തിൽ നമ്മളൊരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തീരുമാനം കുട്ടികൾക്ക് അനുകൂലമല്ല എങ്കിൽ, പിന്നോക്ക ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല എങ്കിൽ അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായി ഈ സംസ്ഥാനത്ത് മാറും. നിയമസഭയ്ക്ക് നൽകിയ ഉറപ്പ്, ജനപ്രതിനിധികൾക്ക് നൽകിയ ഉറപ്പ്, അതുപോലെ വിദ്യാർത്ഥി സംഘടനകൾക്ക് നൽകിയ ഉറപ്പ്, ഇപ്പോ യൂത്ത് ലീഗിന് ലഭിക്കുന്ന ഉറപ്പ് അത് പാലിക്കപ്പെടണം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭം ഇത് ന്യായത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭമാണ്. ന്യായം കണ്ടേ പിന്മാറും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് നിയമസഭയുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ബഹുമാന്യനായ മന്ത്രി അങ്ങ് സംസ്ഥാനത്തിന്റെ കണക്ക് പറയുമ്പോൾ വിശാല മനസ്കനാണ്. ഇന്ത്യയിൽ 35 സംസ്ഥാനമുണ്ടെന്ന് പറഞ്ഞ ആദ്യത്തെ മനുഷ്യൻ ശിവൻകുട്ടിയാണ്. ആ വിശാല തന്നെ പറയട്ടെ, +2 സീറ്റിന്റെ കണക്ക് പറയുമ്പോൾ നിങ്ങൾ ഉരുണ്ട് കളിക്കുകയാണ്. 2 ദിവസം മുമ്പ് നിങ്ങൾ പറഞ്ഞത് മലപ്പുറത്ത് 2000 എന്ന, ഇന്നലെ നിയമസഭയിൽ 7000 എന്ന് പറഞ്ഞു. ശിവൻകുട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്കറിയാം 0 വിട്ടുപോയതായിരിക്കും. അതുകൊണ്ട് യഥാർത്ഥ കണക്ക്, കള്ളക്കണക്ക് പറയുന്നതിന് പകരം യഥാർത്ഥ കണക്ക് പറയണം. ശിവൻകുട്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ സീറ്റുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് പോളിടെക്നിക്കിൽ ഒഴിവുണ്ട്, ITIയിൽ ഒഴിവുണ്ട്, ഓപ്പൺ സ്കൂളിൽ ഒഴിവുണ്ട്, അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഒഴിവുണ്ടെന്നാണ്. ഞങ്ങൾ നികുതി നൽകുന്നു. മലബാറുകാർ നൽകുന്ന നികുതിയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതെങ്കിൽ, സർക്കാരിന്റെ സൗജന്യ യൂണിഫോം നിലനിൽക്കുന്നതെങ്കിൽ, സർക്കാരിന്റെ സൗജന്യ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതെങ്കിൽ, നാട്ടിലുടനീളം സർക്കാർ സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നതെങ്കിൽ, നികുതിദായകരായി ഞങ്ങളോട് കാണിക്കുന്ന ഈ വിവേചനം അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് കാണിക്കുന്ന താല്പര്യം ബാച്ചുകളോട് പ്രകടിപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ തെക്കൻ കേരളത്തിൽ കമ്മീഷൻ, ആ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് എത്രയോ കുട്ടികളില്ലാതെ അധികമായി കിടക്കുന്ന, ആളില്ലാതെ കിടക്കുന്ന, പഠിക്കാൻ ആളില്ലാതെ കിടക്കുന്ന അധിക ബാച്ചുകളുണ്ട്. ആ ബാച്ചുകൾ അത് മലബാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഈ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ വെച്ച് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് അധിക ബാച്ചുകൾ നിങ്ങളുടെ എല്ലാ വർഷവും തേർഡ് അലോട്ട്മെന്റും സപ്ലി അലോട്ട്മെന്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയാറുണ്ടല്ലോ മാർജിൻ സീറ്റ് വർദ്ധിപ്പിച്ചു എന്നുള്ളത്. ഇത്തവണ അതുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇനിയും ഇവിടെ ഉരുണ്ടുകളി നടത്തിയാൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്യും. ഈ ഗവൺമെന്റിന്റെ ഇരകളായ 10,000 കണക്കിന് വരുന്ന കുട്ടികളെ ഈ നിയമസഭയുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും.
കൊണ്ടുവന്നുകൊണ്ടായിരിക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ രണ്ടാം വരവ്. ഞങ്ങളുടെ സമരം നടത്തി ഈ കുട്ടികൾക്ക് പോരാട്ടം നടത്തിയ MSFന്റെ നേതാക്കളായ നവാസും നജാഫും ഉൾപ്പെടെയുള്ള MSF നേതാക്കൾ നിങ്ങൾ കൽത്തുറച്ചുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗം പോലും പ്രഹസനമാണെന്ന് പറയാൻ ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ സമരത്തിൽ അധിക ബാച്ച് അതോടൊപ്പം തന്നെ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകളാക്കി ഉയർത്തണമെന്ന് പറയുമ്പോൾ സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉല്ലത്തെ കുടുംബസമേതം നടത്താൻ അതോടൊപ്പം തന്നെ മാനവീയം നടത്താൻ മുഖ്യമന്ത്രിയുടെ എഴുന്നള്ളത്ത് 17ഓളം സ്കൂളുകളുടെ മതിൽ പൊളിച്ച് മുഖ്യമന്ത്രി രാജാവിനെ പോലെ എഴുന്നള്ളിയ നിങ്ങളുടെ നവകേരള യാത്ര, ആ യാത്രക്ക് കേരള യാത്രക്ക് കോടികൾ മുടച്ചവരാണ്. കോടികൾ ഇവിടെ ചെലവഴിച്ചവർക്ക് LSS USS സ്കോളർഷിപ്പ് കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ വകയില്ല. അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം അത് അവതാളത്തിലാണ്. അവർക്ക് +1 സീറ്റുമില്ല. അതുകൊണ്ട് ഇവിടെ കാട്ടാന് കയറിയ കരിമ്പന്തോട്ടം പോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം താറുമാറാക്കിയ ഗവൺമെന്റിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഈ പ്രതിഷേധത്തിൽ പങ്കാളികളായ മുഴുവൻ നേതാക്കളെയും ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA, ഉമ്മർ സാഹിബ് MLA, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് സമരന്മാരെ, മാധ്യമപ്രവർത്തകരെ, നിയമപാലകരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സമരനായകൻ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബിനോട് അഭ്യർത്ഥിച്ചോടെ നിർത്തുന്നു. ജയ്. ഈ സമരത്തിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സമരഭടന്മാരെ, സുഹൃത്തുക്കളെ, എന്തിനാണ് ഇങ്ങനെ ഒരു നിയമസഭാ മാർച്ചുമായി കടന്നു വന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് സംസാരിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഇസ്മായിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മലബാറിൽ ഏതാണ്ട് 80,000-ഓളം വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് പാസ്സായിട്ടും ഉന്നതമായ മാർക്ക് വാങ്ങിയിട്ടും +1 പഠിക്കാൻ അവസരം നിഷേധിക്കുന്ന ഒരു സമീപനം ഈ നാട് ഭരിക്കുന്ന സർക്കാർ സ്വീകരിക്കുമ്പോഴാണ് യൂത്ത് ലീഗ് നിയമസഭാ മാർച്ചുമായി കടന്നു വന്നത്. നമ്മൾ ആദ്യം ഒരു നിയമസഭാ മാർച്ച് പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മുടെ വിദ്യാർത്ഥി സംഘടനയായ MSFന്റെ സഹപ്രവർത്തകരാണ് നിരന്തരമായി സമരം നടത്തിയത്. ആ സമരം നടത്തിയ സമരഭടന്മാരെ ജയിലിലടച്ചപ്പോ ഈ സമരം മുന്നോട്ടു പോകില്ല എന്നാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ വിചാരിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ആ സമരം ഏറ്റെടുക്കാൻ യൂത്ത് ലീഗ് ഉള്ളു എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഒരു നിയമസഭാ മാർച്ചുമായി ഞങ്ങൾ കടന്നു വന്നത്. ശിവൻകുട്ടി +1 അവസരം കിട്ടാതെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പെരുവഴിയിലാക്കിയിരിക്കുകയാണ്. അവരെ പെരുവഴിയിലാക്കിയ ശിവൻകുട്ടിയോട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അവരെ പെരുവഴിയിൽ നിർത്തി ഈ വഴിയിൽ കൂടി നിങ്ങൾക്ക് നടന്നു പോകാമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അവർക്ക് ബാച്ച് അനുവദിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വഴി യൂത്ത് ലീഗ് സമരരംഗത്തുണ്ടാകുമെന്ന് ഈ നാട് ഭരിക്കുന്ന ശിവൻകുട്ടിയെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താണ്. ബാച്ച് ചോദിക്കുമ്പോ പണമില്ലത്രേ. മുഖ്യമന്ത്രി പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണക്കുഴിക്ക് പണമുണ്ട്, മുഖ്യമന്ത്രിയുടെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിന് പണമുണ്ട്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് കൂടടിക്കാൻ പണമുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് +1 ബാച്ച് കൊടുക്കാൻ ചോദിക്കുമ്പോ പണമില്ല എന്നാണോ? ഇന്ന് നിങ്ങൾ പത്രത്തിൽ വാർത്ത വായിച്ചു, മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് 2 കോടിയാണ് ട്രഷറിയുടെ നിയന്ത്രണം പോലും എടുത്തു കളഞ്ഞ് അനുവദിച്ചത്. നിങ്ങൾക്ക് സഞ്ചരിക്കാൻ, നിങ്ങൾക്ക് തൂത്തടിക്കാൻ, നിങ്ങൾക്ക് ടൂറടിക്കാൻ പണമുണ്ടെങ്കിൽ നിങ്ങളെ കുഞ്ഞിക്ക് പിടിച്ച് ഈ കുട്ടികൾക്ക് ബാച്ച് വാങ്ങിച്ചു കൊടുക്കാൻ യൂത്ത് ലീഗിന് അറിയാം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംഘടനകളുമായി, വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ചയുണ്ട്. ആ ചർച്ചയെ തുടർന്നും നിങ്ങൾ ബാച്ച് അനുവദിക്കാനുള്ള തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ ഒരു സംശയം വേണ്ട, അനിശ്ചിതകാല സമരം ഈ തിരുവനന്തപുരത്ത് നടത്താൻ യൂത്ത് ലീഗ് ഉണ്ടാകും. അടുത്ത ദിവസം തന്നെ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കാൻ, അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകുമെന്ന് ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെ ഓർമ്മപ്പെടുത്തി ഒരു കാര്യം കൂടി മാത്രം പറയാണ്. നിങ്ങൾ താൽക്കാലിക ബാച്ച് അനുവദിച്ച് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമമുണ്ട്. അങ്ങനെ താൽക്കാലിക ബാച്ച് പോരാ. PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന്
ബാങ്ക് ഹോൾഡേഴ്സിനെ എടുത്ത് പെർമനന്റായി ബാച്ച് കൊടുത്ത് ശാശ്വതമായ പരിഹാരം ആ പരിഹാരമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് നേടിയെടുക്കുന്നവരെ സമരരംഗത്ത് MSFന്റെ സഹപ്രവർത്തകരോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും, യൂത്ത് ലീഗ് ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജയിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട നവാസിനും നജാഫിനും അടക്കമുള്ള 12 പേർ ഇവിടെ കിടക്കുന്നു. മലപ്പുറത്ത് വഹാബ് ഇന്നലെയാണ് ജാമ്യം ഇറങ്ങിയത്. ജാമ്യം ഇറങ്ങിയിട്ട് അവർ നേരെ വന്നത് ഈ സമരത്തിൽ പങ്കെടുക്കാനാണ്. അങ്ങനെ ജയിലറയ്ക്കുള്ളിൽ അടച്ചാലൊന്നും ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ പോരാട്ടവീര്യം അവസാനിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ശംസുദ്ദീൻ MLA ക്ഷണിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. പ്രിയങ്കരനായ നമ്മുടെ സമര നായകൻ PK ഫിറോസ് ഉൾപ്പെടെ യൂത്ത് ലീഗിന്റെ സാരഥികൾ ഇസ്മായിലും അതുപോലെ തന്നെ ഫൈസൽ ബാഫക്കി തങ്ങളും ഗഫൂർ കൊൽക്കളത്തിലും അടക്കമുള്ള എല്ലാ സംസ്ഥാന നേതാക്കന്മാരുമുണ്ട്. അതുപോലെ ഈ ന്യായമായ പ്രക്ഷോഭത്തിന് വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ നിയമസഭാ കവാടത്തിലേക്കുള്ള ഈ പ്രക്ഷോഭത്തിലേക്ക് കടന്നു വന്ന പ്രിയങ്കരരായ യൂത്ത് ലീഗിന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇത് ന്യായമായ ഒരു പോരാട്ടമാണ്. ആദ്യം നമ്മൾ ഈ പ്രക്ഷോഭവുമായി കടന്നു വന്നപ്പോ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞു ഇവിടെ സീറ്റിന്റെ കുറവൊന്നുമില്ല, ഇവിടെ MSFും യൂത്ത് ലീഗും ഒക്കെ വെറുതെ പറയുകയാണ്. എന്നാൽ ഇന്ന് വളരെ കൃത്യമായി SFI പോലും സമരമുഖത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം തെളിയിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾ വലിയ പ്രയാസത്തിലാണ്. മാനവീയം നിയമനങ്ങൾ, അതുപോലെ തന്നെ ക്രിമിനൽ കേസുകൾ നടത്താൻ കോടികൾ ചെലവാക്കിയത് ഒക്കെ നമുക്കറിയാം. പക്ഷെ കുട്ടികൾക്ക് പഠിക്കാൻ, സ്കൂളുകൾ സ്ഥാപിക്കാൻ, ബാച്ച് കൊടുക്കാൻ ഇവർ പണമില്ല എന്ന് പറയുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചക്ക് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച വെച്ചിട്ടുണ്ട്. ഇവരിവിടെ അംഗീകരിക്കേണ്ടി വരുമെന്ന് ബന്ധപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ സമരഭടന്മാർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, നിയമസഭാ മാർച്ച് സിന്ദാബാദ്, നിയമസഭാ മാർച്ച് സിന്ദാബാദ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും മലബാറിലെ കുട്ടികൾക്ക് സർക്കാരെ, ഈ ചെവിടെ സർക്കാരെ, ഹലോ മിസ്റ്റർ ശിവൻകുട്ടി, ഹലോ മിസ്റ്റർ ശിവൻകുട്ടി, സീറ്റുണ്ടെന്ന് പറയുന്ന കള്ളം പറയും വിദ്യാഭ്യാസ മന്ത്രി, ഹലോ മിസ്റ്റർ ശിവൻകുട്ടി, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കൂ, പോ പുറത്ത്. പുതിയ ബാച്ച് ചോദിക്കുമ്പോൾ പണമില്ലെന്ന് പറയുന്ന ഹലോ മിസ്റ്റർ മുഖ്യമന്ത്രി, ചൂടടിക്കാൻ പണമുണ്ട്. ഇതെന്ത് ന്യായം? മറുപടി സിന്ദാബാദ്.
Thank you.